വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ, ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ അംബേദ്കറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. ഇത് BBC ഈ ഇടയ്ക്ക് കൊടുത്തിരുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് മഹാത്മജിയെക്കുറിച്ച് പറയുന്നത്, ഗാന്ധിജിയെക്കുറിച്ച്. ഗാന്ധിജിയുടെ ദ്വന്ദ്വ വ്യക്തിത്വമാണ് നമ്മുടെ അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗാന്ധിജി എന്ന് പറയുന്നതിനെ ഒരു കാരണവശാലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തെന്നാൽ ഗാന്ധിജിയുടെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചായ്വിനെയോ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ദ്വന്ദ്വ വ്യക്തിത്വമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. എന്നെ എന്ന് പറഞ്ഞാൽ അംബേദ്കറിന്. ഗാന്ധിജി ഇംഗ്ലീഷിൽ മതേതരത്വത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുകയും സെക്കുലറിസത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുകയും ഭാരതത്തിൻ്റെ സനാതനധർമ്മം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് മതേതരമാണെന്നുള്ള രീതിയിൽ വളരെ പ്രോഗ്രസീവായ ലേഖനങ്ങൾ എഴുതുകയും ഗുജറാത്തിയിൽ വർണ്ണാശ്രമത്തിനെയും ജാതി വ്യവസ്ഥയെയൊക്കെ അനുകൂലിക്കുന്ന രീതിയിൽ ചണ്ടാളന്മാരുടെയും പാവപ്പെട്ടവരുടെയും ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്തവരുടെയൊക്കെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സമൂഹത്തിൽ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന രീതിയിൽ ഗുജറാത്തിയിൽ ലേഖനം എഴുതുമായിരുന്നു. കാരണം അന്ന് ഇന്ത്യയിൽ വളരെ കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുറഞ്ഞിട്ടുള്ള ആളുകൾ ആരും ഇംഗ്ലീഷ് വായിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുജറാത്തിലുള്ളവർ ഗുജറാത്തിയാണ് കൂടുതൽ വായിക്കുന്നത്. അപ്പോൾ ഗുജറാത്തിയിൽ എഴുതുന്നത് കംപ്ലീറ്റ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു, ഇന്ത്യയിലെ വരേണ്യ വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു. അതേസമയം ഇംഗ്ലീഷ് മാഗസിനുകളിൽ എഴുതുമ്പോൾ കൃത്യമായ സെക്കുലറിസവും അതുപോലെ തന്നെ ഇതിനൊക്കെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും എഴുതുമായിരുന്നു. ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി BBC ഇപ്പോൾ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് അംബേദ്കറിൻ്റെ വോയിസിൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അംബേദ്കറിൻ്റെ കാലഘട്ടത്തിൽ ഗാന്ധിജിയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ കാരണമായി അംബേദ്കർ പറയുന്നു, അത് ശരിയാണെങ്കിൽ നമ്മൾ മറ്റൊരു ഗാന്ധിയെയാണ് കാണുന്നത്. ഒരു വശത്ത് പ്രാദേശിക ജനങ്ങളോട് അവരുടെ ഭാഷയിൽ ജാതിയെയും മതത്തെയും അന്ന് നിന്ന് എല്ലാ ദുഷിച്ച വ്യവസ്ഥകളെയും അനുകൂലിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും അല്ലെങ്കിൽ അവിടെ മൗനം പാലിക്കുകയും ഇപ്പുറത്ത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സായിപ്പന്മാർക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലുള്ളവർ വായിക്കാൻ വേണ്ടി എഴുതുമ്പോൾ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ എഴുതുന്നു എന്നാണ് അംബേദ്കറിൻ്റെ ആരോപണം. അത് ശരിയാണോ നമുക്ക് പറയാൻ ഇപ്പോൾ നോക്കാൻ കാര്യമില്ല. ആ റെഫറൻസിലേക്ക് ആർക്കൈവിലേക്കൊക്കെ പോകണം. അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ 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 ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇന്നല്ല, അന്ന് അംബേദ്കർ ഉന്നയിച്ചത്. അത് BBC ന്യൂസായി ചരിത്രത്തിൽ കിടപ്പുണ്ട്. ഇപ്പോഴത് വീണ്ടും റീടെലികാസ്റ്റ് ചെയ്ത് ഇന്ത്യൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള നമ്മളുടെ ബിംബം, നമ്മുടെ ചിന്തകൾ വീണ്ടും ഒന്നുകൂടി പുനർവിചിന്തനം നടത്തേണ്ടി വരും. ഒന്നുകിൽ സമ്പന്നവർഗത്തിനും വരേണ്യവർഗത്തിനും വേണ്ടി വർത്തമാനം പറയുക, അല്ലെങ്കിൽ ഇപ്പുറത്തെ വർത്തമാനം പറയുക. ഒന്നുകിൽ മതേതരത്വത്തിന് വേണ്ടി വർത്തമാനം പറയുക, അല്ലെങ്കിൽ മതത്തെ അംഗീകരിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുക. ഇത് ഒരു നാട്ടിൽ പോയി അവരുടെ പാവപ്പെട്ട ആളുകൾ വായിക്കുന്ന മാഗസിനിലും പത്രങ്ങളിലും അത് അവരുടെ ഭാഷയിൽ അവർക്ക് രുചിക്കുന്ന കാര്യത്തിൽ എഴുതുകയും ഇപ്പുറത്ത് വേറൊരു സ്ഥലത്ത് വന്ന് മറ്റൊരു ഭാഷയിൽ അടപടലം 90 ഡിഗ്രി മാറി വേറെ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഏതാണ് യഥാർത്ഥ ഗാന്ധി എന്നുള്ള ചോദ്യം വളരെ വലുതായിട്ട് വരും. ഇന്ത്യയിലെ ഒരുപാട് നമ്മൾ ആരാധനയും ലോകം മുഴുവൻ ആരാധിക്കുന്ന ഏറ്റവും വലിയ മഹത് വ്യക്തിത്വമാണ് ഗാന്ധിജി. അങ്ങനെ ആരാധിക്കുമ്പോഴും ഇത് ദ്വന്ദ്വ വ്യക്തിത്വമാണെങ്കിൽ എന്താണ് ഈ പ്രഹേളികകൾ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യയിൽ നടന്നതെന്നുള്ളതിൻ്റെ ചരിത്രം അപ്പോൾ നമുക്ക് അംബേദ്കറെയും പുനർവായിക്കേണ്ടിയിരിക്കുന്നു, ഗാന്ധിജിയെയും പുനർവായിക്കുകയും പുനർനിർവചിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് കാലത്തിൻ്റെ ഒരു കാവ്യനീതി.